പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥന ഇത് കാണുന്നുണ്ടോ എന്ന് പറയോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളതും. ഇത് മിസ്സേ കാണുന്നുണ്ട്. ഓക്കെ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും കാൽക്കുലേറ്റർ നോട്ട്ബുക്ക് ഒക്കെ റെഡി ആയിട്ട് വന്നു എന്ന് വിചാരിക്കണം. അതായത് നമ്മളിപ്പോൾ പോർഷൻസ് സെക്കൻഡ് മൊഡ്യൂൾ ആക്ച്വലി ഇറ്റ് ഈസ് കംപ്ലീറ്റ്, ബട്ട് വി ആർ യെറ്റ് ടു ഡു സം പ്രോബ്ലംസ്. അപ്പോൾ അതിൽ ഒരു ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ നടത്തുന്നത് കേട്ടോ. ഓക്കെ, അത് അത്ര നമ്മൾ ഓൾറെഡി ഹോംവർക്ക് ഒക്കെ ആയിട്ട് തന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾസോ ദ ക്വസ്റ്റ്യൻസ് വിച്ച് വെർ ഇൻ ദ ലാസ്റ്റ് ഇയർ എക്സെട്ര വിച്ച് വെർ ഗിവൺ ആസ് സെൽഫ് സ്റ്റഡി. സോ സച്ച് ക്വസ്റ്റ്യൻസ് വി ആർ ഡിസ്കസിങ് അഗെയിൻ. ആ രീതിയിലൊരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? മിഥുൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ പറ്റുമോ? Suppose a company produces batteries and its fixed cost of 50,000. If variable expense per battery is ₹3 and price of battery is ₹8, estimate break-even output. Number of batteries to be produced to get total profit of 25,000. What is the margin of safety if the plant sales is 12,000 batteries? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാലോ. ഇതിൽ ബ്രേക്ക് ഈവൺ ഔട്ട്പുട്ട് ആണ്. യു നോ ബ്രേക്ക് ഈവൺ കുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഔട്ട്പുട്ട് വൈസ് ഓർ ക്വാണ്ടിറ്റി വൈസ്, ഓർ ബ്രേക്ക് ഈവൺ പോയിന്റ് കുഡ് ബി എക്സ്പ്രസ്ഡ് ടു ദി വൈ ആക്സിസ് ഇൻ ദി പ്രൈസ് യൂണിറ്റ്സ്. സോ യു ക്യാൻ എക്സ്പ്രസ് ഇൻ 2 ways. ബ്രേക്ക് ഈവൺ ഔട്ട്പുട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി അവർ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ മറ്റേത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അഡീഷണലി യു ക്യാൻ റൈറ്റ്. സോ നീവ ഒന്ന് പറഞ്ഞത് എങ്ങനെ കണ്ടുപിടിക്കുക ബ്രേക്ക് ഈവൺ ഔട്ട്പുട്ട്? വാട്ട് ഈസ് ഇക്വേഷൻ? പുസ്തകം നോക്കിയിട്ട് പറഞ്ഞാലും മതി, ഇക്വേഷൻ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ. നീവ അവിടെ ഇല്ലേ? ആർദ്ര, സമയമില്ലാത്തതുകൊണ്ട് അടുത്തേക്ക് പോവാണ്. ആർദ്ര ഒന്ന് വേഗം പറയൂ. വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? Anybody? F/S minus V വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ഇത് പറ്റും. പരപർണ്ണ. നീ വേണോ അത് അർദ്രയാണോ? സാനിയ. ഓക്കെ. അപ്പൊ അത് ക്വസ്റ്റ്യൻ പഠിച്ചോളൂ കേട്ടോ. 20-ാം തീയതി എക്സാം തുടങ്ങുകയാണ്, എല്ലാവരും പഠിക്കുക. ഫിക്സഡ് കോസ്റ്റ് ബൈ എസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് അതിന്റെ ഇക്വേഷൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഫിക്സഡ് കോസ്റ്റ്? എഫ് എന്ന് പറയുന്നത് 50,000 ഡിവൈഡഡ് ബൈ എസ് ഈസ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഈസ് പ്രൈസ് ഓഫ് ബാറ്ററി, MRP ആണ്. 8 മൈനസ് എന്ത് ചെയ്താൽ മതി? 3 ചെയ്താൽ പോരെ? ഉത്തരം കിട്ടണില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുന്ന ഉത്തരം കിട്ടിയവര് ഒന്ന് അവിടെ പറഞ്ഞോളൂ. ഉത്തരം 50,000 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 എന്ന് വരും. 10,000 യൂണിറ്റ്സ് കിട്ടും. 10,000 യൂണിറ്റ്സ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പൊ കിട്ടിയവരൊന്ന് ജസ്റ്റ് അവിടെ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സോ 10,000 യൂണിറ്റ്സ്. അഡ്മിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, 10,000 കിട്ടി. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? അത് എളുപ്പല്ലേ? വാട്ട് ഈസ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഇഫ് ദ പ്ലാൻ സെയിൽസ് ഇസ് 12,000 ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു എന്താണ്? എക്സ്പെക്റ്റഡ് എക്സസ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഓർ പ്ലാൻ സെയിൽസ് ഇൻ യൂണിറ്റ്സ് മൈനസ് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി. ഇത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ബ്രേക്ക് ഈവൻ. അപ്പോൾ ഇവിടെ 12,000 മൈനസ് എന്താ പറയുക 10,000 ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? 2,000 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. Now, coming to the second question, what is the number of batteries to be produced to get a total profit of 25,000? ഇത് ആർക്കാ പറഞ്ഞു തരാൻ പറ്റുക? ആഷ്ലിൻ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? നമ്പർ ഓഫ് ബാറ്ററീസിനെ n എന്ന് എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് ബാറ്ററീസ് ബി n. So you are to get a total profit of 25,000 with respect to the sale of these batteries. So the total profit equal to 25,000. That's equal to എന്താണ് നമ്മൾ പറയുന്ന ഒരു ബേസിക് ഇക്വേഷൻ? ഇത് ബേസിക് ഇക്വേഷൻ അപ്ലൈ ആവുന്ന ഒരു കേസാണ് കേട്ടോ. നമ്പർ ഓഫ് ബാറ്ററീസ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റെഫർ ചെയ്ത് പഠിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. മറ്റേ ഒരു പ്രോഫിറ്റിന്റെ ഇതല്ല ഇത്. അത് വേറൊരു ഇക്വേഷൻ വെച്ച് ഇതല്ല. BP യുടെ കേസ് എടുക്കണ്ട. അപ്പം എന്താണ് 25,000 പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ആഷ്ലിന് പറയാൻ പറ്റുമോ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയുക എപ്പോഴും? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ
ബ്രേക്ക് ഈവൻ ഗ്രാഫിൽ രണ്ട് കർവുകൾ മീറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത്. അവിടെ രണ്ട് സംഭവങ്ങൾ വരുന്നില്ല. അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് അറിയാം എന്താണ് ആദായം എന്ന് പറയുന്നത്. എന്തായിരിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ. അശ്ലിനില്ലേ ഇവിടെ? പറഞ്ഞോ. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ റവന്യൂ കിട്ടിയത്. ചെലവായതിനെ നമ്മൾ എന്ത് പറയും? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് വന്നിട്ട് എല്ലാവർക്കും ഇത് അറിയുന്ന കേസ് തന്നെയാണ്. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു പ്രോഫിറ്റ്. അതാണ് ഇനി മറക്കരുത്. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ പ്രോഫിറ്റ് അവർ പറഞ്ഞു 25,000. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എൻ ആണ്. നമുക്ക് അറിയില്ല എത്ര ബാറ്ററീസ് ആണ്. അപ്പോൾ ലെറ്റ് എൻ ബി ദി നമ്പർ ഓഫ് ബാറ്ററീസ്. അപ്പോൾ നമ്മൾ എന്താ ടോട്ടൽ റവന്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? എൻ ബാറ്ററീസ് ആണ്. എൻ ഇൻറ്റു ഒരെണ്ണം വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പൊ n ഇൻറ്റു 8 ആണ് ടോട്ടൽ റവന്യൂ. മൈനസ് അത് ഉണ്ടാക്കാനായിട്ടുള്ള ചെലവ് എത്ര വരും? അപ്പൊ അതിനെ നമുക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടണം അല്ലേ? അപ്പൊ എന്താണ്? 8n മൈനസ് ഒരു ബ്രാക്കറ്റ് ഇടുക. ദാറ്റ് മീൻസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 50,000 പ്ലസ് എന്ത് വരും? 3 ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള മിസ്സെലേനിയസ് ചെലവ്, വേരിയിങ് ചെലവ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒന്ന് പറഞ്ഞേ. 25,000 പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 8n, ദാറ്റ് ഈസ് എ ടോട്ടൽ റവന്യൂ, മൈനസ് ടു ദ സ്ക്വയർ ബ്രാക്കറ്റ് ഫസ്റ്റ് ഫിക്സഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് എ ഹോൾസം എമൗണ്ട് 50,000 പ്ലസ് വാട്ട്? 3 ഇൻറ്റു 3 ആണ് ഒരെണ്ണത്തിന്റെ ചെലവ്, വേരിയബിൾ എക്സ്പെൻസ്. 3 ഇൻറ്റു അങ്ങനെ എത്ര എണ്ണം? n. വേഗം ഒന്ന് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞേ. ബ്രാക്കറ്റ് അടയ്ക്കുക, n കണ്ടുപിടിക്കുക. വേഗം ചെയ്യൂ. കിട്ടിയവരവിടെ ഉത്തരം എഴുതി വയ്ക്കുക. ടോട്ടൽ പ്രോഫിറ്റ് 25,000 is equal to ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂ എന്താണ്? n ബാറ്ററീസ് ആണെങ്കിൽ 8n ആണ് ടോട്ടൽ റവന്യൂ, മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് 50,000 is the fixed cost involved with respect to the whole production. 50,000 plus വേരിയബിൾ കോസ്റ്റ് ആണ്. ഒരെണ്ണം ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 3 എന്ന് പറയായിരുന്നു. പക്ഷെ നമുക്ക് n എണ്ണം ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു n. സോൾവ് ചെയ്തിട്ട് വേഗം n പറയൂ. കിട്ടിയവരവിടെ ഒന്ന് എഴുതി വെച്ചേ. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ LHSലേക്ക് എല്ലാം കൊണ്ടുവരുമ്പോൾ നമുക്ക് അവസാനം ഒരു ഇത് കിട്ടണം. എന്താണ്? 75,000 ഈക്വൽ ടു 5n എന്ന് കിട്ടണം. അപ്പൊ n കിട്ടും. കിട്ടിയോ? 15,000 സാനിക്ക് കിട്ടിയ പോലെ വേറെ ആർക്കും കിട്ടിയോ? മനസ്സിലായില്ലേ? ഒന്നും കൂടി ജസ്റ്റ് ലാസ്റ്റ് ലൈൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് ബാറ്ററീസ്, ലെറ്റ് n be the number of batteries. So with respect to the firm, you are expecting a total profit of 25,000. So 25,000 profit is equal to total revenue minus total cost. So total revenue എന്താണ്? 8 ആണ് ഒന്നിന്റെ വില. 8 ഇൻറ്റു n ആണ് യൂണിറ്റ്സ്. സോ 8n. ഇനി ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആയതുകൊണ്ട് 8n മൈനസ് ഇടുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, ചെലവുകൾ എഴുതണം. ചെലവ് മീൻസ് ഫിക്സഡ് കോസ്റ്റ് ചെലവ് 50,000 പ്ലസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ n യൂണിറ്റ്സ് ഉള്ളത് കൊണ്ട് എന്ത് വരണം? 50,000 ബ്രാക്കറ്റിനുള്ളിൽ 50,000 പ്ലസ് 3n ഇടണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ദെൻ യു ആർ ടേക്കിംഗ് ടു ദി വൺ സൈഡ്. സോ നിങ്ങൾക്ക് 15,000 കിട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ പറയല്ല,
ആ 15,000 കിട്ടിയില്ലേ, 2-3 പേർക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും കിട്ടും, ട്രൈ ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി ഇതിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട, അടുത്തേക്ക് പോവാം. അപ്പോൾ ഇത് ഹോംവർക്ക് ആയിരുന്നു, ചിലപ്പോൾ ചിലർ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാനിതൊന്നും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയും പഠിക്കുക, സീരീസും പഠിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ഹർഷ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. The fixed expenses of a firm is 400 rupees per year. The variable cost per unit is 0.35 rupees and selling price is 0.5 rupees per unit. If the budgeted sale volume is 4,000 units, construct break-even chart and obtain break-even point. ഓക്കെ, മതി കേട്ടോ, താങ്ക് യു. അതിന് സൊല്യൂഷൻ ക്രോപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. സത്യത്തിൽ ഇതങ്ങനെ ചെയ്യിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു ഇതാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഒന്ന് ടൈം കിട്ടിയത് കൊണ്ട് ചെയ്യാമെന്ന് മാത്രം, ഓൺലൈൻ ആയതുകൊണ്ട്. ക്ലാസ്സിൽ നമുക്ക് ഇതിനൊന്നും സമയമില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു. ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ ഇത്ര മൂവ് ചെയ്യുമ്പോൾ നമുക്കിത് അവർ കിട്ടുന്ന ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്, മനസ്സിലാക്കണുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. സോ അതിൻ്റെ ഒരു പ്രശ്നത്തിലും കൂടിയാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോർഷൻസ് സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ എന്നുള്ള രീതിയിലൊക്കെ വരേണ്ടി വരിക. ഓക്കെ, കാരണം നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, എവിടെ നിന്ന് വേണമെങ്കിൽ ചോദ്യം വരാലോ. അപ്പം അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിൽ ക്വസ്റ്റ്യൻ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അപ്പം നമുക്കത് ചാർട്ട് വരയ്ക്കാതെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിച്ചൂടെ? അതും വേണമെങ്കിൽ നമുക്ക് കണക്കായിട്ട് ഇപ്പം അങ്ങോട്ട് ചെയ്യാം അല്ലേ? സോ അതൊന്ന് കണ്ടുപിടിച്ചേ. ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി യു കുഡ് എക്സ്പ്രസ് ആൻഡ് ബ്രേക്ക് ഈവൻ പ്രൈസ്. അപ്പം അതൊന്ന് വേഗം കണ്ടുപിടിച്ച് പറഞ്ഞേ. ഇത് ഈ ചാർട്ട് വരയ്ക്കാതെ തന്നെ നമുക്ക് അറിയാം. യു നോ ദ ഫിക്സഡ് പ്രൈസ്, ഫിക്സഡ് എക്സ്പെൻസ് അറിയാം, വേരിയബിൾ കോസ്റ്റ് വി അറിയാം, സെല്ലിംഗ് പ്രൈസ് 0.5 ആണെന്നറിയാം. സോ വാട്ട് ഈസ് ദി ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി ക്യൂ, ദെൻ ബ്രേക്ക് ഈവൻ പ്രൈസ്, ദ ക്യൂ എക്സ്പ്രസ്ഡ് ഇൻ പ്രൈസ് അല്ലേ? അപ്പം അതൊന്ന് എഴുതി വെക്കൂ. നമ്മൾ സാധാരണ എഴുതാറുള്ള ലൈൻസ് പോലെ. ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി ക്യൂ ഇസ് ഈക്വൽ ടു F/S മൈനസ് വി ആണ്. ദെൻ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്ന ബ്രേക്ക് ഈവൻ പോയിന്റിലെ പ്രൈസ് y ആക്സിസിൽ പറയുന്ന പ്രൈസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? F ഡിവൈഡഡ് ബൈ S മൈനസ് വി ഇൻറ്റു എസ്. എസ് മോളിക്ക് പോവും. F ഇൻറ്റു എസ് എന്ന് വേണമെങ്കിൽ പറയാം. F ബൈ എസ് മൈനസ് വി ഇൻറ്റു താഴത്തുള്ള എസ്, അതേ സാധനം മുകളിൽ. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ എത്ര. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് യൂണിറ്റ്സ് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ബ്രേക്ക് ഈവൻ പ്രൈസ് ആണെങ്കിൽ റുപ്പീസ് പറഞ്ഞിട്ട് വേണം പറയാൻ, കാരണം ഇന്ത്യൻ റുപ്പിയാണ് നമ്മൾ പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി ക്യൂ ഇസ് ഈക്വൽ ടു F ബൈ എസ് മൈനസ് വി. അപ്പൊ പകുതി മാർക്കായി. അത് ചെയ്താൽ തന്നെ, ചാർട്ട് വരച്ചില്ലെങ്കിൽ തന്നെ പകുതി മാർക്കായി, കാരണം ചോദ്യം അതാണ്. വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി ക്യൂ? കിട്ടിയവരൊന്ന് എഴുതി വെച്ചേ. ക്യൂ കിട്ടിയവര് F ബൈ എസ് മൈനസ് വി ചെയ്തിട്ട് കിട്ടിയവര് ഉത്തരം ശരിയാണോന്ന് ഞാൻ പറയാം. എത്രയാണ് ക്യൂ നിങ്ങൾക്ക് കിട്ടിയേ? ഇതാണ് ചോദ്യം. അതായത് ഫിക്സഡ് പ്രൈസ് എഫ് അല്ലേ, 400 ആണ്. അപ്പൊ 400 ആണ് എഫ് ഡിവൈഡഡ് ബൈ എസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്നുള്ള വാക്കാണ് എസ് കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കുക. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു 0.5. ദെൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് വി 0.35. 400 ഡിവൈഡഡ് ബൈ 0.5 മൈനസ് 0.35. 400 ഡിവൈഡഡ് ബൈ 0.5 മൈനസ് 0.35 എത്ര വന്നത്? കറക്റ്റാ, 2667 എന്നാണ് റൗണ്ട് ചെയ്യണം. യൂണിറ്റ്സ് ആയതുകൊണ്ടേ നമ്മൾ എപ്പോഴും റൗണ്ട് അപ്പ് ചെയ്യും. അപ്പോൾ സാനിയ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ അത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. 2,6,6,7 യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. കിട്ടിയവരൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും കിട്ടിയോ? 2,6,6,7 ഒരാളും കൂടി പറഞ്ഞാൽ നമുക്ക്. ഓക്കെ, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, നീവയ്ക്ക് കിട്ടിയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതായി. അപ്പൊ അതിനെ യു ഹാവ് ടു എക്സ്പ്രസ് ടു ദി y ആക്സിസ് ആസ് വെൽ. സോ ദാറ്റ് ഇസ് ദി ബ്രേക്ക് ഈവൻ പ്രൈസ്. സോ വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പ്രൈസ് ഈക്വൽ ടു എന്ത് വരും? ഈ വാല്യൂവിനെ എന്ത് വെച്ച് ഗുണിച്ചാൽ മതി? സെല്ലിംഗ് പ്രൈസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ അതൊന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് പ്രൈസ് ഇത് കിട്ടും. അപ്പൊ എഴുതി വെച്ചോളൂ താഴെ. ബ്രേക്ക് ഈവൻ പ്രൈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ദാറ്റ് വാല്യൂ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 0.5. ഉത്തരം ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത്
എത്ര വരും? എത്ര വന്നു ഇതിനെ ബൈ 2 ചെയ്യുമ്പോൾ കിട്ടിയ വരും എഴുതി വയ്ക്കൂ. ദിസ് വാല്യൂ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഈസ് 0.5. സോ എത്ര വന്നു? 1000. 3/2 ചെയ്താൽ മതി അല്ലേ? കിട്ടിയോ? 1333 വന്ന അത് 33 0.5 എന്ന് എഴുതരുത് കേട്ടാ. 1333.33 അല്ലേ? 33 ആണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 1333 എന്ന് പറഞ്ഞാൽ അതിനെ റൗണ്ട് ഡൗൺ ആണ് ചെയ്യേണ്ടത്. കാരണം 0.5ന്റെ അപ്പുറത്തേക്ക് ആയാലാണ് നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നീവയ്ക്ക് കിട്ടിയ ഉത്തരമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 133.33 ആണെങ്കിൽ റൗണ്ട് അപ്പ് ടു ദി റൗണ്ട് ഡൗൺ. സോ 1333 റുപ്പീസ് എന്ന് എഴുതണം. അത് റുപ്പീസ് അല്ലേ? വൈ ആക്സിസിൽ നമ്മൾ പറയുന്ന റുപ്പീസാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു പാർട്ട് ക്ലിയർ ആയെന്ന് എല്ലാവർക്കും ഇതുപോലെ മനസ്സിലായെന്ന് കിട്ടിയെന്ന് വിചാരിക്കണം. കിട്ടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നൗ ഇത് അപ്പൊ കഴിഞ്ഞു. ഇതിൽ കണ്ടോ ബ്രേക്ക് ഈവൻ പോയിന്റ് കാര്യം കഴിഞ്ഞു. നമുക്ക് ഇനി ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കണം. അതെങ്ങനെയാണ് വരയ്ക്കുക? ബ്രേക്ക് ഈവൻ ചാർട്ട് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഒന്ന് ആലോചിച്ച്. എങ്ങനെയാണ് നമ്മുടെ ഈ സാധനം ബ്രേക്ക് ഈവൻ ചാർട്ട് നമ്മൾ വരയ്ക്കുന്നത്? എന്തൊക്കെയാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്ന സംഭവം വരുന്നത്? ഏത് ഇതിലാണ്? ഇവിടെ എന്തായിരുന്നു? ക്വാണ്ടിറ്റി ഇൻ ദി എക്സ് ആക്സിസ് ക്യൂ അല്ലേ? സാധാ പെന്നാ വെച്ച് വരയ്ക്കുന്നത്. ഇനി ഇവിടെ എന്താ നമ്മൾ പറയാ? എന്തായിരുന്നു? ടോട്ടൽ റവന്യൂ ഓർ ടോട്ടൽ കോസ്റ്റ് അല്ലേ നമ്മളിവിടെ പറയാ? റുപ്പീസിലല്ലേ ഇവിടെ പറയാ? വൈ ആക്സിസിൽ. ടോട്ടലൊക്കെയാണ് കേട്ടോ. അത് തിരിഞ്ഞും പറഞ്ഞൊക്കെ പോയി. സോ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മുടെ സാധനങ്ങൾ നോക്കൂ. ഇവിടെ ഒരു 4000 ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെക്റ്റഡ് സെയിൽ എന്ന് പറയുന്നത് 4000 യൂണിറ്റ്സ് ആണ്. സോ നമുക്ക് ഇവിടെ ക്യൂ മാക്സിമം എത്രയാണ് വരണം? 4000 യൂണിറ്റ്. അപ്പം നമ്മുടെ എക്സ് ആക്സിൽ 4000 വരെ വരണം. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പം ഇവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ 0, ഇവിടെ ഒരു 500. 500ന്റെ നിങ്ങൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഇവിടെ 500, ഇത് 1000, 1500, 2000, 2500, 3000, 3500. സോ ദിസ് ഇസ് മൈ പീക്ക് പോയിന്റ് 4000. ക്ലിയർ അല്ലേ? ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ? കാരണം എന്താണ്? ഇവിടെ 4000 യൂണിറ്റ്സിന്റെ കാര്യമല്ലേ? അപ്പൊ നമുക്ക് അതെങ്കിലും 4500 ഉണ്ടെങ്കിൽ നല്ലതാണ്. 4500 നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ മിനിമം 4000 ഇത് 4000 ആണ് കേട്ടോ. ഓക്കെ, 4000. ഇതേപോലെ തന്നെ നമ്മുടെ എന്ത് വേണം? റുപ്പീസ്. ഇത് ഏത് സ്കെയിലാണോ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെയും പോകണം. അപ്പൊ ഇവിടെ എത്ര വരും? 500 രൂപ, 1000 രൂപ, 1500 റുപ്പീസ്. അതൊന്ന് ചെയ്യൂ വേഗം. ഇങ്ങനെ ആക്കി വയ്ക്കണം കേട്ടോ. മനസ്സിലായില്ലേ? നമുക്കിവിടെ 4000 യൂണിറ്റ്സിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് ഇഫ് ദ ബഡ്ജറ്റഡ് സെയിൽസ് വോളിയം മീൻസ് ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റി. സോ ദ ക്വാണ്ടിറ്റി ലീസ്റ്റ് ഷുഡ് യു ഹാവ് ടു ഹാവ് 4000 ഇവിടെ വേണം. 4000 വരെയെങ്കിലും എത്തണം. അപ്പൊ നമ്മൾ 0 മുതൽ ഇങ്ങനെ 500 അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യും അല്ലെ? ഇവിടെ 500 ആണേ. അപ്പൊ ഇവിടെയും 500 അതേ സ്കെയിലാണ് നമ്മൾ പോകേണ്ടത്. മനസ്സിലാക്കുക. വൈ ആക്സിസിലും 500. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിരുന്നു. മറ്റേ അസൈൻമെന്റിൽ കൺസ്ട്രക്ട് ചെയ്യാൻ എങ്ങനെയാന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതൊന്ന് ചെയ്യാണ് നമ്മള്. 500, 1000, 1500, 2000, 2500, 3000 ഇവിടെ ഒക്കെ എത്തുമ്പോൾ 4000 ഒക്കെ എത്തിയെന്ന് വിചാരിച്ചോളൂ. ഇവിടെ 4000 വില എത്തിക്കണം നമ്മള്. ക്ലിയർ അല്ലേ? ഹർഷാദ് കാണുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയോ? കാണുന്നുണ്ട് മിസ്സേ. ഓക്കെ ശരി. നമുക്കിപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ വേറെ ഡിവൈസ് ഒന്നും ഇല്ല. അപ്പം അത് വെച്ചൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വേണ്ടത് നമുക്ക് എന്താ വേണം? നമുക്ക് 2 ലൈൻസ് വേണം. നമ്മൾ എന്താ പറയാറ്? ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ട് നമ്മൾ എന്താ പറയാറ്? ടോട്ടൽ റവന്യൂയുടെ ലൈൻ ഇങ്ങനെ പോവും അല്ലേ? TR. പിന്നെ എന്തായിരുന്നു നമ്മുടെ ഇത്? TR ലൈൻ മുകളിലേക്ക് പോവും. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ ഇത് വരിക. അപ്പം നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കാറ്? ടോട്ടൽ കോസ്റ്റ്
ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് സ്ട്രേറ്റ് ലൈൻ അല്ല കേട്ടോ, അത് വരച്ചപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ അറിയാലോ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആയിരിക്കും, കാരണം TR എബവ് TCA പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രേക്ക് ഈവൻ്റെ വലതുഭാഗത്ത് ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇതാണല്ലോ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്നിട്ടാവും ഇതും ഉണ്ടാവും. ഇത് കണ്ടുപിടിച്ചു നമ്മൾ. ഇവിടെ ക്വാണ്ടിറ്റി ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എത്രയാന്ന്, ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എത്രയാന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 2667 കിട്ടി. ബ്രേക്ക് ഈവൻ പ്രൈസ് 1333 കിട്ടിക്കഴിഞ്ഞു നമുക്ക്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊരു അഡീഷണൽ ഒരു പോയിന്റ് ആണ് നമ്മുടെ കയ്യിൽ, അതുണ്ട്. ബാക്കിയുള്ളത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നൗ പറഞ്ഞേ നമുക്ക് വേണ്ടത് ടോട്ടൽ റവന്യൂ. നമുക്ക് ഇവിടെ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ആണല്ലോ ഇവിടുത്തെ സാധനം. ഇവിടെ എന്താണ്, റവന്യൂവും കോസ്റ്റും ആണ് നമ്മുടെ ഇവിടെ പോണേ. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി. അപ്പോൾ ഒന്ന് പറയാം, നമ്മുടെ ടോട്ടൽ റവന്യൂവിൻ്റെ ലൈൻ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ റവന്യൂ ഇല്ല അല്ലേ. അപ്പോൾ അത് സീറോ, പ്രൊഡക്ഷൻ സീറോ ആകുമ്പോൾ അത് എന്തായിരിക്കും, കോസ്റ്റും റവന്യൂ. പ്രൊഡക്ഷൻ സീറോ ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇൻവോൾവ് സീറോ, ടോട്ടൽ റവന്യൂ ആസ് വെൽ ഇറ്റ് ഈസ് സീറോ. സോ ഈ പോയിന്റ് അല്ലേ വരിക. ഇനി ടോട്ടൽ റവന്യൂവിൻ്റെ ഈ പോയിന്റ് നമുക്ക് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിവിടെ 4000ന്റെ കാര്യമല്ലേ പറഞ്ഞത്, ഇവിടെ 4000ന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഈ സാധനം 4000 വരെയാണ് അത് വരുള്ളൂ. മനസ്സിലായോ? ഈ വര എത്തി നിൽക്കുന്നത് ഈ 4000-ലായിരിക്കും. അതിനൊരു റിലവൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ 4000 പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ലൈൻ്റെ ഈ മുട്ടി നിൽക്കുന്നില്ല, ഇവിടെ 4 ഇതെന്ന് പറഞ്ഞില്ലേ, അതങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, സോ അപ്പോൾ അത് എത്ര വരും, 4000 ഇൻറ്റു നമുക്ക് എവിടെയാന്ന് കിട്ടണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക, എങ്ങനെയാണ് ചെയ്യാം. ഇതുവരെ വരച്ചോ, ഇതുവരെ ഒന്ന് വേഗം വരയ്ക്കൂ. കിട്ടിയാ? അപ്പം നമ്മൾ പറഞ്ഞ മനസ്സിലായ. ഇവിടെ 0 0 അല്ലേ, ടോട്ടൽ റവന്യൂയുടെ ലൈനാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഈ ലൈനാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. റിയലി ഈ മീൻസ് ഇത് ജസ്റ്റ് സീമാറ്റിക് ഡയഗ്രാണ്. ഈ കണക്കിൽ നമ്മൾ ഇതാണ് വരയ്ക്കാൻ പോണേ. അപ്പോൾ നോക്കി നോക്കൂ, ഈ 0 0 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടണ്ടേ, എൻഡ് പോയിന്റ് കിട്ടണ്ടേ. അപ്പോൾ ആ പോയിന്റ് ഇവിടുന്നാണ് പ്രൊജക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൽ എങ്ങനെ ഇവിടുന്ന് എവിടുന്നാന്ന് അറിയണ്ടേ, ഇവിടുന്ന് എവിടുന്നാണ് ഇത് അവസാനിക്കണമെന്ന് അറിയണ്ടേ. ഇപ്പം ഇവിടെ 500 ഉണ്ട്, ഇവിടെ 500 ആകുമ്പോൾ ഇവിടെ 1000 ആവും അല്ലേ. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ 1000, ഇവിടെ 1500 ആവും. അപ്പം നമുക്ക് അവിടുന്നും പ്രൊജക്ട് ചെയ്തെടുക്കണ്ടേ, 2000 വരും. മനസ്സിലായോ? ഇവിടെ എത്തുമ്പോൾ ഇത് 2000 ആയിട്ടുണ്ടാവും, 2000. അപ്പം നമുക്ക് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ പോകാം, സ്ലോപ്പ് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ സ്ലോപ്പ് ഇങ്ങനെ ആവാമല്ലോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കണ്ടോ, ബഡ്ജറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 4000 യൂണിറ്റ് ആണെങ്കിൽ 4000 യൂണിറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര റവന്യൂ കിട്ടും? അതെ, ആരെനിക്കൊന്ന് പറഞ്ഞു തരാം. 4000 എന്നുള്ള സാധനം നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം എത്രയായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. 4000 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? സാധാരണ നമ്മൾ പറയുന്ന കാര്യം, ഒരു ആദായം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ 4000 എണ്ണം വിൽക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് എത്ര കിട്ടും എന്നുള്ളത് മിഥുൻ ഒന്ന് പറഞ്ഞേ. 4000 എണ്ണം വിൽക്കുന്നുണ്ട്, ഒരെണ്ണം വിൽക്കുമ്പോൾ എത്ര പ്രൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ വാട്ട് ഈസ് ദി ടോട്ടൽ റവന്യൂ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പറയുന്നൊക്കെ? മിഥുൻ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ 4000 യൂണിറ്റ്സ് വിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതന്നെ, വെരി ഗുഡ്. കണ്ട, 4000 ഇൻറ്റു 0.5 ചെയ്താൽ പോരെ. നമുക്ക് വേണ്ടത് ഈ ലൈവ് വര, നമ്മൾ ഇവിടുന്ന് ഒരു വര വരയ്ക്കാൻ പോകണേ 0 0 നിന്ന്. പക്ഷെ ആ വര, അയ്യോ ഇതാണ് ഉത്തരം കേട്ടോ. ഈ വര നമുക്ക് എന്ത് വേണം, ഇവിടുന്ന് വേണമെങ്കിൽ വരയുടെ വരാം, എന്ത് വരാം, ഇവിടുന്ന് ഏതാണ് ഓർഡിനേറ്റ് എന്നുള്ളത് കിട്ടണ്ടേ. അപ്പൊ അതന്നെ മിഥുൻ പറഞ്ഞ പോലെ 4000 ഇൻറ്റു 0.5, അപ്പൊ എന്തായി 2000 ആണ്. അപ്പൊ ആ 2000 നിന്ന് പ്രൊജക്ട് ചെയ്യാം. 2000 പ്രൈസ് ചെയ്യുന്ന വേണം നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ. മനസ്സിലായോ? സിമ്പിളാണ്, സിമ്പിൾ ഇതാണ്. പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്കത് ഇതാവും. മിഥുൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കണ്ടോ, ഈ 2000 പ്രൊജക്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് എന്ത് കിട്ടി? യു ലൊക്കേറ്റഡ് ദി ലോക്കസ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വേണ്ടിട്ട് വരയ്ക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ ലൈൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതായി.
ക്ലിയർ? അപ്പൊ 0.0 ഇത് ക്ലിയർ ആയി കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഇവൺ പോയിന്റ് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് വെക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് ഇവിടുന്ന് എത്രയായിരുന്നു നമ്മുടെ 2667 അല്ലെ. അപ്പൊ ഇവിടെ 500, 1000, 1500, 2000, 2500 അപ്പൊ 2500ന്റെ ഇവിടുന്ന് ഒരു സംതിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ എവിടെയെങ്കിലും വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഇവൺ പോയിന്റ് ആണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ സാധനം മീറ്റ് ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത് 2667 ഇവിടുന്ന് 1300 സംതിങ് വരുന്നുണ്ട് കേട്ടോ. 1300 സംതിങ് വരുന്നുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് ഇവൺ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മുകളിൽ അടയാളപ്പെടുത്തി വെക്കാം. ഇനി നെക്സ്റ്റ്, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്നൊന്ന് പറയോ ക്ലിയർ ആയവര്? എനിക്ക് അടുത്തേക്ക് പോവാലോ, ഇതിലേക്ക് പോവാലോ, അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയവരൊന്ന് ക്ലിയർ എന്ന് പറയോ? വീണ്ടും പറയണോ? 2-3 പേരൊന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് വരില്ല എന്നൊക്കെയാണ് സാറ് പറഞ്ഞത്. പക്ഷെ ഞാനിതിപ്പോൾ എനിക്കറിയില്ലല്ലോ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് എടുക്കണേ. അപ്പോൾ ഞാൻ സിവിൽ സബ്ജക്ട്സ് എടുത്തിട്ട് ശീലമുള്ളൂ എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ഫോക്കസ് ചെയ്ത് പറയാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായി ബ്രേക്ക് ഇവൺ പോയിന്റ് കിട്ടി. അപ്പോൾ ബ്രേക്ക് ഇവൺ പോയിന്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത സാധനം ടോട്ടൽ കോസ്റ്റിന്റെ ലൈൻ വരയ്ക്കാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, വേരിയബിൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾവേസ് നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയാറ് എന്താ പോയിന്റർ ലേസർ പോയിന്റ് എടുക്കാം അല്ലേ, ഇതായിരിക്കും നല്ലത്. നമ്മളെപ്പോഴും ഇവിടുന്ന് കണ്ടോ ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എപ്പോഴും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്നല്ല ഇങ്ങനെയല്ലേ വരാറ്. കാരണം അവിടെ എന്ത് വരും? എപ്പോഴും ഒരു ഫിക്സ്, ഇത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. യുവർ റവന്യൂ കർവ് വിൽ സ്റ്റാർട്ട് ഫ്രം 0 ബിക്കോസ് നോ പ്രൊഡക്ഷൻ, നോ ഇൻകം ഓർ നോ ഔട്ട് ഗോയിങ്. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 0. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദി കോസ്റ്റ് ലൈൻ എന്താ പറയുക, വെദർ യു ഹാവ് പ്രൊഡക്ഷൻ ഓർ നോട്ട്, ദർ വിൽ ബി എ ഫിക്സഡ് എക്സ്പെൻസ് ഇൻ ദ ഫോം ഓഫ് റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജ് എക്സെട്ര. സോ അതാണ് നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. 4000 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം? നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ 500 എന്നാണ്, നമ്മൾ 4000 അല്ല 400 കേട്ടോ. അപ്പം എന്ത് വേണം? നമ്മുടെ ഫസ്റ്റ് ഇത് ഇവിടെ ഫിക്സഡ് എമൗണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം എന്ത് വരും? ആ ഒരു പോയിന്റ് 500ന് താഴെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. 400 പോയിന്റ് അടയാളപ്പെടുത്തിക്കൂടെ? 500ന് താഴെ ഇവിടെ ഒരു 400ന്റെ പോയിന്റ് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പം അതാണ് ഫിക്സഡ്. ഇനി അവിടെ വരുന്ന മറ്റെൻ്റെ എവിടെയായിരിക്കും പിടിക്കേണ്ടി വരിക? ഇവിടെ നമ്മൾ 4000 × 0.5 അല്ലേ ചെയ്തേ. മറ്റേത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? 4000 × 0.35. കാരണം ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കിട്ടാനായിട്ട്, ഈ ലൈൻ കിട്ടാനായിട്ട് 4000 × വേരിയബിൾ കോസ്റ്റിന്റെ ലൈനല്ലേ ഇനി വരയ്ക്കാൻ പോണേ. ഇവിടുന്ന് നമ്മൾ ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇത് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഫിക്സഡ് കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഇത് വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കണം. സോ ആക്ച്വലി ദിസ് കർവ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയിങ് എക്സ്പെൻസസ്. സോ വേരിയിങ് എക്സ്പെൻസിന്റെ മാക്സിമം ഹെഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് ഇത് കിട്ടി, ഇത് കുഴപ്പമില്ല, 400 എന്നുള്ളത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം വരും? 4000 × എന്ത് ചെയ്താൽ മതിയായിരിക്കും? 0.35 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ പ്രൈസ് എത്രയാന്നുള്ളത് കിട്ടും. ഈ പ്രൈസിന്റെ സംഭവം കിട്ടും. മനസ്സിലായോ? അപ്പൊ 4000 × 0.35 ഒന്ന് പറഞ്ഞേ. 4000 × 0.35 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നേ? 4000 × 0.35 1400 വരും. അതായത് അതിന്റെ അർത്ഥം വരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇത് 400, ഇവിടെ ഒരു 400 വരും കേട്ടോ. ആ 400ന്റെ കൂടെ 1400 കൂടി വരണം എന്നാണ് അർത്ഥം. ഇവിടെ ഒരു 400 ഓൾറെഡി വന്നിട്ടുണ്ട്, ഫിക്സഡിന്റെ 400 വരുന്നുണ്ട്. അതിന്റെ കൂടെ 1400 കൂടി വരുമ്പോൾ 1800ലാണ് നമ്മുടെ ഇത് കണ്ടോ, 1800. ഇവിടെ 2000ന്റെ ചോടെ വരും. മനസ്സിലായോ? അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ലൈൻ പോയി ഇന്റർസെക്ട് ചെയ്യേണ്ടതാണ് അതിന്റെ അർത്ഥം. ഇവിടുന്ന് ഞാൻ മറ്റേ ഇത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഒരു ഇത് വരിക കേട്ടോ. മനസ്സിലായി? ഇത് വെച്ചിട്ട് പറയാം. ഇവിടെ കണ്ടോ 500, ഇവിടെ ഇതാണ് 500ന്റെ ലൈൻ. ഇത് വന്നു നമ്മൾ 400ന്റെ ഫിക്സഡ് എക്സ്പെൻസ് കാണിച്ചു. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഇവിടെ കണ്ടോ 4000 × എന്ത് ചെയ്യണം? 0.35. അപ്പൊ നമുക്ക് 1400 നീട്ടി. But that 1400 is this thing.
എന്താണ് ഇത് മുതൽ ഇതുവരെ ഇതാണ് 1400 പ്രൈസ്. അപ്പം എന്ത് വരും? ഈ നമുക്ക് വേണ്ടത് ഈ ഒരു പോയിന്റ് അല്ലേ, അത് 4000 തന്നെയാണ് റെക്റ്റും ചെയ്യേണ്ടത്. മീൻസ് 4000 ഈസ് അവർ ബഡ്ജറ്റഡ് സെയിൽസ് വോളിയം. അവിടെ നിന്ന് തന്നെയാണ് ഇവിടേക്കുള്ള എൻ പോയിന്റും ഇവിടെ ഈ ടോട്ടൽ റവന്യൂവിൻ്റെ ടോട്ടൽ കോസ്റ്റിന് എൻ പോയിന്റ് എടുക്കേണ്ടത്. ബട്ട് ദിസ് ഹൗ അബൌട്ട് ദിസ് 1800? 1800 ഈസ് ദ ഫിക്സഡ് 400 പ്ലസ് 4000 ഇൻറ്റു 0.35. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ഈ 2000 എങ്ങനെ വന്നു? 2000 rupees, particular to 2000 rupees you have to mark the final end point of your total revenue and meeting at 4000, that is constant. if 4000 ചോദ്യത്തിലുണ്ടെങ്കിൽ 4000 തന്നെ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. 4000 ഇൻറ്റു 0.5 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയേ? ഈ 2000 എന്ന് പറയുന്ന ഇത് കിട്ടിയത്. ടോട്ടൽ റവന്യൂ കർവാണ് ഇത്. ടോട്ടൽ റവന്യൂ കർവാണ് മുകളിലത്തെ ലൈൻ. Okay, now see with respect to the total cost line, this is our total cost line. Total cost line എങ്ങനെ വന്നു? ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഈസ് 400. സോ ജസ്റ്റ് യു മാർക്ക് 400 ഹിയർ. 4000 അല്ല, 400 ഹിയർ. ആൻഡ് യു ഗോട്ട് എ പോയിന്റ് അല്ലേ? ഫ്രം ദാറ്റ് പോയിന്റ് യു ഹാവ് ടു ഡ്രോ എ ലൈൻ ഷോയിങ് ദി വേരിയേഷൻ, ഷോയിങ് ദി വേരിയബിൾ എക്സ്പെൻസസ് അല്ലേ? അപ്പം അതിങ്ങനെ വരയ്ക്കും. അത് വരച്ച് വരുമ്പോൾ എവിടെ അത് മീറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം വരും. എവിടെ എന്ന് വെച്ചാൽ ആ വരയ്ക്ക് എവിടേക്കും പോവാമല്ലോ. ഈ വര വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പം എവിടെ അത് മുട്ടണം എന്നൊരു ചോദ്യം വരുമ്പോൾ യു ഹാവ് ടു നോ എവിടെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റിലൂടെ തന്നെ പോകണട്ടോ. അത് മനസ്സിലായോ? ഇത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇന്റർസെക്റ്റിംഗ് പോയിന്റിലൂടെ പോയി ഈ 400 എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ലോക്കസ് ഈസ് ദിസ് എന്താണ് 2667,1333. അപ്പം അതിങ്ങനെ പോയിട്ട് എവിടെ പോയി നിൽക്കണം? ഇവിടുന്ന് എവിടെ പോയി നിൽക്കണം? ഇവിടുന്ന് വൈ ആക്സിസ് നിന്ന് എവിടെ പോയി നിൽക്കണം? വൈ ആക്സിസ് നിന്ന് ദിസ് എന്താണ് പറയുക 400 പ്ലസ് 4000 ഇൻറ്റു 0.35 ആയിട്ടുള്ള 1500 പർട്ടിക്കുലർ പോയിന്റ്സിനെ ഇന്റർസെക്ട് ചെയ്തിട്ട് വേണം അത് നിൽക്കാൻ. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയവരൊന്ന് പറയോ? ഇത് കുറച്ച് ബുദ്ധിമുട്ട്, അത് ചോദിക്കാൻ വഴിയില്ല എന്നൊക്കെ പറയണു. പക്ഷെ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയവരൊന്ന് പറയോ എങ്ങനെയാണ് ആ ഗ്രാഫ് വരച്ചതെന്നുള്ളത്? ഓക്കെ, ഒരാൾ ക്ലിയർ ആയെന്നും പറയണു. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, സന്തോഷമാണ്. റെസ്പോണ്ട് ചെയ്യാൻ ശീലമുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, പിന്നെ കുഴപ്പമില്ല കേട്ടോ, നിർബന്ധിക്കുന്നില്ല. ഒരാൾ ക്ലിയർ ആയെന്ന് പറയും. ഓക്കെ, 2 പേര് പറഞ്ഞു, അത് മതി. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ ആണ്, വീണ്ടും കണ്ടു നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, സോ അവിടെയാണ് നമ്മളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ 2 പോയിന്റ് കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. കാരണം 4000 തന്നെയാണ് 2 ലൈനും പോകേണ്ടത്. ദിസ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ കണക്ടിങ് ദി സീറോ ഒറിജിൻ, your break-even point as well as the end point. End point is total revenue. Since it is total revenue, your sale is 4000 means it could bring a revenue of 4000 into 0.5. So with respect to the 2000 line, you have to mark a loci. അല്ലേ? 2000 rupeesന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുന്നു, അതിനെ വരച്ച് അവസാനിപ്പിക്കുന്നു. സോ യുവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ടോട്ടൽ റവന്യൂയുടെ ലൈൻ ആയിരിക്കും മുകളിൽ പോകുന്നുണ്ടാവുക. അത് വരച്ച് വരുമ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. Next, total revenue is finished. Now you have to draw the total cost line. But total cost എന്ന് പറയുന്നത് 400 is your fixed expense. 400 you marked here. And your second locale, your break-even point, that also you could easily point out. ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണ്? 4000 പ്ലസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ 400 പ്ലസ് 4000 ഇൻറ്റു ദ വേരിയബിൾ കോസ്റ്റ്. കാരണം വേരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ കാര്യം പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടല്ലേ ഗുണിക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഗുണിച്ച് ഇവിടുന്ന് 1800 ട്രാക്ക് ചെയ്ത് നമ്മൾ ഈ 4000 മീറ്റ് ചെയ്ത് എൻ പോയിന്റ് അവസാനിപ്പിച്ചു. സംഭവം കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. മനസ്സിലാത്തവരുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഇത് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. റെക്കോർഡഡ് ചെയ്യുന്നുണ്ട്, അത് എത്രമാത്രം ആവും എനിക്കറിയില്ല, നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ആ ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നാണ് പറയുന്നത്, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അതിലാണ് ഒരു കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കൂടി ചെയ്താൽ നമ്മുടെ പോർഷൻസ് കഴിയും കേട്ടോ.
കഴിയും എന്ന് പറഞ്ഞാൽ കഴിയും, പക്ഷേ കഴിയും എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് വേരീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടംപോലെ ചാൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കാരണം നമുക്കിപ്പോൾ ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ടൈപ്പേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വേരിയബിൾ ടൈപ്പ് കാണാൻ പറ്റുക. അപ്പം അത് ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതിൻ്റെ സിമിലർ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ കാണാം. ഇതല്ലാത്തത് ഉണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ബുധനാഴ്ച ഒരു അവർ വരുന്നുണ്ടല്ലോ, പക്ഷേ ഇത് സീരീസ് കഴിഞ്ഞിട്ടൊക്കെയാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഏകദേശം ഒരു സമയത്ത് വന്നാൽ നമുക്കത് എന്ത് ചെയ്യാം, പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് PV റേഷ്യോയുടെ ഒരു പ്രോബ്ലം വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതോടെ ഐ ക്യാൻ സേ ഇറ്റ്സ് ഫുള്ളി കംപ്ലീറ്റ്. ഒരു ടൈപ്പാണ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ആസ്പെക്റ്റിൽ ഫുള്ളി കംപ്ലീറ്റ് ആണെന്ന് പറയാം ഇതോടെ സെക്കൻഡ് മോഡ്യൂൾ. ഓക്കെ, നൗ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇതൊന്ന് അലൻ ഉണ്ട് അവിടെ? അലൻ, അബിൻ വി സിബിൻ അവരൊക്കെ കയറുന്നുണ്ടായിരുന്നു. സാനിയ, കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ ഒന്ന് വായിച്ചോളൂ. സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതൊരു സാധനം ഉണ്ട്. അതിന്റെ തിയറിയിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. കോൺട്രിബ്യൂഷൻ അതിൽ കുറെ ടോപ്പിക്സ് ഇങ്ങനെ വരുന്നുണ്ട്. സിൻസ് ഇറ്റ് ഈസ് എക്കണോമിക്സ്, ദർ ആർ വേരിയസ് ടേംസ് അസോസിയേറ്റഡ് വിത്ത്. സോ വൺ തിങ് ഈസ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മീൻസ് ഒരു കോൺട്രിബ്യൂട്ടറി ഫണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം അല്ലെ. റവന്യൂ എന്ന് നമ്മൾ പറയും അല്ലെ. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്, അതാണ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ കോൺട്രിബ്യൂട്ടറി പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രിബ്യൂഷൻ എന്നുള്ള വാക്കിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസ് റവന്യൂന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാത്രം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് പഠിക്കണം. അതിന്റെ ഒരു കണക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചു എല്ലാവരും. പ്രോഫിറ്റ് ബൈ വോളിയം റേഷ്യോ, P/V റേഷ്യോ. അപ്പൊ അതിലാണ് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതിന്റെ താഴെ ഒരു സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ എഴുതി. അപ്പൊ തൽക്കാലം കോൺട്രിബ്യൂഷൻ മാത്രം എഴുതി വെച്ചോ, അതിന്റെ കണക്കാണ് നമ്മൾ ചെയ്യണേ കേട്ടോ. അപ്പൊ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇനി അടുത്തത് ഒരു സാധനം വരുന്നുണ്ട്, P/V റേഷ്യോ. P/V റേഷ്യോ എന്ന് പറയുമ്പോൾ വൺസ് യു നോ ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P/V റേഷ്യോ കിട്ടുന്ന പറയുന്നത്. ഓക്കെ, ഇതാണ് P/V റേഷ്യോ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇത് കിട്ടുന്നത്. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്താണ്? സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ. അപ്പൊ അത് ഇവിടെ എസ് മൈനസ് വി ഡിവൈഡഡ് ബൈ എസ് എന്നും പറയാം. അതായത് ഇതിലേ രണ്ട് തരത്തിലാണ് ഇവര് പറയണത് കണ്ടോ. P/V റേഷ്യോ ഈക്വൽ ടു എന്തായിരിക്കാം? കോൺട്രിബ്യൂഷൻ ബൈ കണ്ടോ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ. രണ്ട് തരത്തിലാണ് എക്സ്പ്രസ് ചെയ്യണേ. അതായത് ടോട്ടൽ ആയിട്ട് ഒരു ഫേമിൽ കുറേ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ആദായം വരില്ലേ, പ്രോഫിറ്റ് വരില്ലേ. അപ്പൊ അത് ഇങ്ങനെ പ്രോഫിറ്റ് അല്ല, കോൺട്രിബ്യൂട്ടറി പ്രോഫിറ്റ്. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ P/V റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സാനിയ വായിച്ച പോലെ സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ സെയിൽസ് റവന്യൂ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നാണല്ലോ ഇക്വേഷൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. P/V റേഷ്യോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറക്റ്റ് റിലേഷൻ, മാർജിനൽ റേഷ്യോ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് എന്നാണ് ഇപ്പോഴും അതിന്റെ ഇക്വേഷൻ കേട്ടോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? കണ്ടോ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ യൂണിറ്റ് വൈസിൽ പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന ലാഭം ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയും പറയാം. ഒരു യൂണിറ്റിന്റെ എന്താ പറയാ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് റവന്യൂ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രൈസ് അല്ലേ. ഒരു കടയിൽ ഒരു 100 എണ്ണം വിറ്റ ടോട്ടൽ കിട്ടുന്ന റവന്യൂ ആണ് സെയിൽസ് റവന്യൂ. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, സെല്ലിംഗ് പ്രൈസ് തന്നെയല്ലേ എന്റെ സെയിൽസ് റവന്യൂ എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓർ ആസ് എ ഹോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് എന്നുള്ള ഇക്വേഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? P/V റേഷ്യോ എന്ന് പറയുന്നത് വൺസ് യു നോ ദി കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ, സെയിൽസ് റവന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P/V റേഷ്യോ കിട്ടും. ഇനി ഒരു സാധനം പഠിക്കാണ്ട് ഇതില്
പ്രോഫിറ്റ് എന്താ നമുക്ക് അറിയാം. നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മളെ അറിയാലോ, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. പക്ഷേ ഈ P/V റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ പ്രോഫിറ്റിന്റെ കാരണം കണക്കുകൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലെന്താണ് പറയുന്നത്, കോൺട്രിബ്യൂഷൻ, മിന്നു എന്നാ പോയിക്കോളൂ കേട്ടോ, മിന്നു പോണെന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്, പറഞ്ഞോ പോയിക്കോളൂ. അപ്പൊ പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്നാണ് ഇതിന്റെ ഇക്വേഷൻ കേട്ടോ. പ്രോഫിറ്റ് ഈക്വൽ ടു എന്താണ്, നമ്മൾ റവന്യൂ മൈനസ് കോസ്റ്റ് ആണല്ലോ. പക്ഷെ ഇവിടെ ഈ ഒരു അർത്ഥത്തില് P/V റേഷ്യോയുടെ കണക്കുകളാകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഇവിടുത്തെ P/V റേഷ്യോയുടെ ബേസിൽ വരുന്ന പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മൂന്നെണ്ണം ഒന്ന് എഴുതിയെടുത്തോളൂ. ഹെഡിങ് ആയിട്ട് പ്രോഫിറ്റ് ബൈ വോളിയം റേഷ്യോ, ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ വോളിയം റേഷ്യോ എന്ന് എഴുതുക. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. എഴുതിയോ? അനുഗ്രഹ എഴുതിയോ? ആർദ്ര ഉണ്ടോ അവിടെ? ഒന്ന് എഴുതിയോ? എഴുതിയത്. അപ്പൊ ഞാൻ അടുത്തേക്ക് പോട്ടെ. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് റവന്യൂ മൈനസ് അത് എഴുതണം. പിന്നെ P/V റേഷ്യോയുടെ സംഭവങ്ങൾ എഴുതണം, പ്രോഫിറ്റ് എഴുതണം കേട്ടോ. ഇനി ഇതിൽ വീണ്ടും ഒരു സാധനം പഠിക്കാണ്ട്, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. ക്വസ്റ്റ്യൻ ബാങ്കിൽ ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പഠിക്കന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ ടേംസ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താ നമുക്കറിയാം, നമ്മൾ മറ്റേ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് രീതിയിൽ മേജർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ P/V റേഷ്യോയുടെ കണക്കാണെങ്കിൽ അവിടെ BP സെയിൽസ് എന്നൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? BP സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ P/V റേഷ്യോ. എന്താണ്? BP സെയിൽസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് നമ്മളെ FN അല്ലേ, FN ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. സത്യം പറഞ്ഞാൽ അത് സെയിം തന്നെയാ. നമ്മൾ F ഡിവൈഡഡ് ബൈ എന്താണ് പറയാറ്, BP സെയിൽസ് പറയുമ്പോൾ എന്താണ്, ടു ദി പ്രൈസ് അല്ലേ നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യണേ. BP ബ്രേക്ക് ഈവൻ പോയിന്റ് ഡെസിഗ്നേറ്റഡ് ഇൻ പ്രൈസ് വേ, ദാറ്റ് ഈസ് BP സെയിൽസ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് F ഡിവൈഡഡ് ബൈ S മൈനസ് V ഇൻറ്റു S എന്നല്ലേ. മനസ്സിലായോ? ഈ P/V റേഷ്യോ എന്തായിരുന്നു? P/V റേഷ്യോ നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ലേ, എന്താണ് P/V റേഷ്യോ? കണ്ട, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ബൈ S അല്ലേ. അപ്പൊ S മൈനസ് V ബൈ S അല്ലേ അത്. ക്ലിയർ അല്ലേ? P/V റേഷ്യോ ഈക്വൽ ടു നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് ആണ്. ഇഫ് യു ആർ സ്പെസിഫൈങ് 1 യൂണിറ്റ്, സോ S മൈനസ് V ബൈ S ആണ് P/V റേഷ്യോ. നമുക്കറിയാം എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ F ബൈ S മൈനസ് V ഇൻറ്റു S ആണെന്ന് അറിയാം. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്, ഇവരെന്താ പറഞ്ഞത്? S മൈനസ് V ബൈ S ആണ് P/V റേഷ്യോ എങ്കിൽ എങ്ങനെ വരും? S ബൈ S മൈനസ് V എന്ന് പറയുമ്പോൾ 1 ബൈ P/V റേഷ്യോ വരില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ, ഈ BP സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ P/V റേഷ്യോ എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഈ ഒരു ഇക്വേഷനും കൂടി എഴുതി വെക്കാം. അത്യാവശ്യം പഠിക്കാണ്ട് ഈ മൊഡ്യൂളില്, ഇതൊക്കെ പഠിക്കാം കേട്ടോ. പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്കറിയാം ആവറേജ് സ്റ്റുഡൻസിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ BP സെയിൽസ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ P/V റേഷ്യോ. പ്രത്യേകിച്ച് നമ്മളിത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സിവിൽ പോലെ അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ. നമുക്കിത് കാണലും കേൾക്കണമെന്നും ഇല്ല, അത് പഠിക്കൽ തന്നെയുള്ളൂ, ബൈ ഹാർട്ട് പഠിക്കലാണ്. അതുകൊണ്ട് കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ നമ്മളെല്ലാം പഠിച്ചാലും ചിലപ്പോൾ ഇതൊന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം BP സെയിൽസ് ഈക്വൽ ടു എഴുതിയില്ലേ. ഓക്കെ, അടുത്തത് ഇതും കൂടി എഴുതി വെച്ചോളൂ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസ് സെയിൽസ് മൈനസ് എന്ത് പറയാറുണ്ട്, നമ്മുടെ ബ്രേക്ക് ഈവൻ അല്ലേ. അപ്പം അതിന് ഇവിടെ അതിൻ്റെ സംഭവം അത് തന്നെയാണ് കേട്ടോ. ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ് എഴുതിയില്ലേ. അപ്പം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഈ ഒരു ചോദ്യം എഴുതിക്കോളൂ. ഇത് ഒന്ന് ആരെങ്കിലും ഒന്ന് വായിക്കൂ. ഇതുവരെ വായിക്കാത്ത ആരെങ്കിലും, പ്രാർത്ഥന ഒന്ന് വായിച്ചോളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. Consider the following data of a company of the year 2018.
Sale equal to 1,20,000. Fixed cost equal to 25,000. Variable cost equal to 45,000. Find the കോൺട്രിബ്യൂഷൻ profit. See break even points of sale and margin of sale. ഓക്കെ, മനസ്സിലായി. ഇത് കോൺട്രിബ്യൂഷൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് നമ്മുടെ മറ്റു പരിപാടിയാണ്, P/V റേഷ്യോയുടെ സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അതിൽ പ്രോഫിറ്റ് എന്നുള്ള വാക്ക് കണ്ടില്ലേ? പക്ഷെ അപ്പൊ കോൺട്രിബ്യൂഷൻ വന്നതുകൊണ്ട് നമുക്ക് അറിയാം ഇത് P/V റേഷ്യോത്തെ ആ സംഭവമാണ് അവർ ഉദ്ദേശിക്കണേ. അപ്പൊ പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതി പഠിച്ചിട്ടില്ലേ? അല്ല, പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ്. അപ്പൊ ഇതാണ് എന്നുള്ളത് ക്ലിക്ക് ആവണം കേട്ടോ ആദ്യം, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക? കോൺട്രിബ്യൂഷൻ നമ്മൾ സാധാരണ എന്താ പറയുക, ഈ പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അല്ലേ F+P/S-V/S എന്നൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അല്ലേ, ബ്രേക്ക് ഈവൻ അതൊക്കെ. പക്ഷെ അതൊന്നും അല്ല ഇവിടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വന്നതുകൊണ്ട് നമുക്ക് യു ഹാവ് ടു നോ ദാറ്റ് സോർട്ട് ഓഫ് ഇക്വേഷൻ ഇസ് ടു ബി അപ്ലൈഡ് ഹിയർ. സോ പറഞ്ഞേ എന്തായിരിക്കും കോൺട്രിബ്യൂഷൻ എന്നുള്ളത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് റവന്യൂ എത്രയാണ്? ആ സെയിൽസ് ഈക്വൽ ടു എത്ര എന്ന് പറഞ്ഞാൽ സെയിൽസ് റവന്യൂ തന്നെയാണത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് 1,20,000, 1,20,000. ആൻഡ് വാട്ട് ഈസ് എ ഫിക്സഡ് കോസ്റ്റ്? 25,000. സോ വാട്ട് ഈസ് എ കോൺട്രിബ്യൂഷൻ? ക്ലിയർ അല്ലേ? അത്ര തന്നെ ഉള്ളൂ. കണ്ടോ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 1,20,000 45,000. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അല്ല കേട്ടോ. കണ്ടോ, കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ സെയിൽസ് റവന്യൂ മൈനസ് ഫിക്സഡ് അല്ല, ഞാൻ തെറ്റി പറഞ്ഞതാണ്. സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് കേട്ടോ, പഠിച്ചോളോ. അപ്പൊ എന്ത് വരണം? സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1,20,000 മൈനസ് 45,000 അല്ലേ? ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ? കിട്ടിയവരൊന്ന് എഴുതി വെക്കൂ. ഉത്തരം കിട്ടിയില്ലേ? 75,000. ഓക്കെ, എന്ത് ചെയ്യണം? ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് ഇക്വേഷൻ. സോ 1,20,000 മൈനസ് 45,000, ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് ഈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ സംഭവം? ഇവിടെ നോക്കൂ, പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കാരണം ഇത് ഇങ്ങനത്തെ ഒരു കണക്കായതുകൊണ്ട് കേട്ടോ. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടി മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പൊ എന്ത് വരും? 75,000 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 75,000 ദാറ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് 25,000 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50,000 കിട്ടി. ക്ലിയർ അല്ലേ? അത് കാണിക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പറയാണ്, ഇത് കഴിഞ്ഞാൽ കാണിക്കാം ഞാൻ. ഇനി അടുത്തത് അടുത്ത ചോദ്യം എന്തായിരുന്നു? ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് സെയിൽസ്. അപ്പൊ ഇവിടേക്ക് പോവാം. നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് സെയിൽസിന്റെ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ വരുന്ന കണക്കാണെങ്കിൽ ദിസ് ഇസ് ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ P/V റേഷ്യോ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. P/V റേഷ്യോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലെ? P/V റേഷ്യോ കിട്ടിയാലാണ് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? P/V റേഷ്യോ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ, P/V റേഷ്യോ എന്ന് പറയുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ അറിയാം, കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ ചെയ്ത് കഴിഞ്ഞാൽ P/V റേഷ്യോ കിട്ടും. അതിനെ ഫിക്സഡ് കോസ്റ്റിനെ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BP സെയിൽസ് കിട്ടില്ലേ? മനസ്സിലായോ? കണ്ടോ, ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി 75,000 ഡിവൈഡഡ് ബൈ ആദ്യം ഒരു P/V റേഷ്യോ കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. BP സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ P/V റേഷ്യോ ആണ്. സോ 25,000 ആണ് എന്ത്? ഫിക്സഡ് കോസ്റ്റ്. 25,000 ഡിവൈഡഡ് ബൈ P/V റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരും? കണ്ടോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ദിസ് ഇക്വേഷൻ. P/V റേഷ്യോ ഈക്വൽ ടു ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ദി ടോട്ടൽ സെയിൽസ്. അതായത് സെയിൽസിൽ അത്ര വിഹിതം ഉണ്ടാവില്ല കേട്ടോ കോൺട്രിബ്യൂഷൻ. ടോട്ടൽ റവന്യൂവിന്റെ ഒരു പോർഷനാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇത് കണ്ടോ, 100% എത്തണില്ല. കോൺട്രിബ്യൂഷൻ വിൽ ബി ലെസ് ദാൻ സെയിൽസ്. അപ്പൊ കോൺട്രിബ്യൂഷൻ, കാരണം സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടണേ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. So contribution will be a value less than sales definitely. So your obtained contribution you divide by sales given in question to know the P/V ratio. Okay,
Now you to find the BEP, break even point sales, fixed cost is to be divided by your obtained P by V ratio. എന്ത് വരും? പഠിക്കുക ഇതൊക്കെ കേട്ടോ. 25,000 ഡിവൈഡഡ് ബൈ 62.5 ഇൻറ്റു 100% ഇതിൽ ഇൻറ്റു 100 ചെയ്യുന്നുണ്ട് ഇവിടെ, റേഷ്യോ ആയതുകൊണ്ടായിരിക്കാം. അല്ല ഇവിടെ കണ്ട 62.5% അല്ലേ, അപ്പം അതുകൊണ്ട് ഇവിടെ ഇൻറ്റു 100 ചെയ്യണം കേട്ടോ, മറക്കരുത്. 25,000 ബൈ 62.5 എന്നല്ല, 25,000 ബൈ 62.5 ഇൻറ്റു 100 എടുക്കുന്നുണ്ട്. സോ ഇത്ര റുപ്പീസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ഞാൻ അയക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അപ്പം എഴുതിയെടുത്താലും മതി, ഇപ്പം എഴുതിയെടുക്കണം എന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ലാസ്റ്റ് വൺ, മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ സംഭവം എന്തായിരുന്നു? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ ഇവിടെ ഇല്ല, നമ്മളിവിടെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി അല്ല, മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് ഇക്വേഷൻ ഇല്ല, എപ്പോഴും ഒന്ന് തന്നെയാണ്. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ നോ, ഇവിടെ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് ബൈ പി ബൈ ബി റേഷ്യോ ആണ് ഇവർ പറയുന്നത്. കാരണം ഇവിടെ എക്സസ് സെയിൽസ് ഒന്നും തന്നിട്ടില്ലല്ലോ, ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല, ബ്രേക്ക് ഈവൻ സെയിലാണ് കിട്ടിയിട്ടുള്ളൂ, ബ്രേക്ക് ഈവൻ പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മളെ എന്താ പറയുക, എക്സ്പെക്റ്റഡ് സെയിൽസ് മൈനസ് BEP ക്വാണ്ടിറ്റിയെ പറയാം, പക്ഷെ ഇവിടെ അത് തന്നിട്ടില്ലല്ലോ, അപ്പം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പി ബൈ വി റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രോഫിറ്റ് ബൈ പി ബൈ വി റേഷ്യോ ആണ് ഇത്രേ മാർജിൻ ഓഫ് സേഫ്റ്റി. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു ഇറ്റ് ഈസ് എ ഡിഫറൻസ് സഫിഷ്യൻ മാർജിൻ ഓഫ് സേഫ്റ്റി. പക്ഷെ ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത്, മാർജിൻ ഓഫ് സേഫ്റ്റി വേറെ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവർ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് തന്നെയാണ് ഉത്തരം. കാരണം ഇവിടെ മറ്റേത് തന്നിട്ടില്ല, ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ലല്ലോ, ബ്രേക്ക് ഈവൻ പ്രൈസ് അല്ലേ അറിയുള്ളൂ. ഇവിടെ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി അറിയാമില്ല, ഇവിടെ എക്സസ് സെയിൽസും അറിയില്ലല്ലോ അല്ലേ? 12,000 മൈനസ് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കൂ, ആരെങ്കിലും ഒരാളൊന്ന് നോക്കിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലും മതി. ആരെങ്കിലും ഒന്ന് നോക്കിക്കേ, ടോട്ടൽ സെയിൽസ് മൈനസ് അല്ല എക്സ്പെക്റ്റഡ് സെയിൽസ് മൈനസ് BEP പ്രൈസ് 40,000 ആണ് വരുന്നത്. അപ്പോൾ 1,20,000 നിന്ന് 40,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരുന്നത്? സാനിയ ഒന്ന് പറയോ? കഴിഞ്ഞു കേട്ടോ, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1,20,000 മൈനസ് 80,000 വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മളിവിടെ സെയിൽസ് ക്വാണ്ടിറ്റി ആണ് എപ്പോഴും പറയാറ്. നമ്മളെ പഴയ കണക്കുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരിത് പറയാറുണ്ട്. അതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ക്വാണ്ടിറ്റി ആണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് തന്നെയാണ് അവരും നിർണ്ണയിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 1,20,000 മൈനസ് BEP സെയിൽസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കാം കേട്ടോ. ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ പി ബൈ വി റേഷ്യോ എന്നാണ് ഇവർ പറയുന്നത് ടെക്സ്റ്റിൽ. പ്രോഫിറ്റ് എത്രയാണ്? 50,000 ഡിവൈഡഡ് ബൈ 62.5 ഇൻറ്റു 100 തന്നെ ചെയ്യണം. അപ്പോൾ കിട്ടിയ ഉത്തരം കണ്ടോ? അപ്പം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ ഈ കണക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായവരോ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വെക്കോ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയവരുണ്ടെങ്കിൽ ഒന്ന് അവിടെ ക്ലിയർ എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ശരി കേട്ടോ. അപ്പം മനസ്സിലായില്ലെങ്കിൽ ഇനി വീണ്ടും സെൽഫായിട്ട് മനസ്സിലാക്കാറ് നമുക്കൊരു പേസ് ഉണ്ട് ക്ലാസ്സിൽ എടുക്കുന്നതിന്. അപ്പോൾ അത് ആ പേസിൽ നിങ്ങൾ എത്തണം, ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ലിമിറ്റഡ് അവർ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക, സ്വയമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ഇനി അപ്പോൾ അതിന് അത്രയും എഫേർട്ട് എടുത്ത് ടെക്സ്റ്റ് വായിക്കണം, ക്ലാസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇത് ചെയ്യാം, ഇത് മനസ്സിലാക്കുക, ഇത്രയും ഇത് ചെയ്യാം. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ കഴിഞ്ഞു. ഇനി ഇത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊഡ്യൂൾ 2യുടെ ഒരു റിവിഷനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇതൊക്കെ പഠിക്കാം കേട്ടോ. നമ്മളിവിടെ മൊഡ്യൂൾ 2ൽ എങ്ങനെ പഠിക്കണം, വാട്ട് ആർ ദി കോസ്റ്റ് എന്താണ്, കോസ്റ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്താണ്, അങ്ങനെയൊക്കെയല്ലേ. ഇതൊക്കെ പഠിക്കണം. മാർജിനൽ കോസ്റ്റ് എന്താണ്, മാർജിനൽ റവന്യൂ, സങ്ക് കോസ്റ്റ്, അതൊക്കെ ഇതാണ്, അതൊക്കെ പഠിക്കുക. അതൊക്കെ തിയറിയാണ് പഠിക്കുക. ഇനി കണ്ടോ, പി ബൈ വി റേഷ്യോ നമ്മളിപ്പോൾ ചെയ്തതാണ്. പി ബൈ വി റേഷ്യോ തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ സെയിൽസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതിപ്പോൾ നമ്മൾ ചെയ്തതാണ്. എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതിലേക്ക് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ വരാം. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. TFC ആൻഡ് TVC ആ കർവുകളൊക്കെ നമ്മൾ വരച്ചിട്ടുള്ളതാണ്.
അപ്പം അതൊക്കെ ഒരു ഇതായിട്ട് വരയ്ക്കാൻ, സ്കീമാറ്റിക് ഡയഗ്രായിട്ട് വരയ്ക്കാനാണ് ചോദ്യം. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്, വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ആ ഒരു ഷട്ട് ഡൗൺ പോയിന്റ് കാണിച്ചിട്ടുള്ള ചാർട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിനെ അനലൈസ് ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് ഈവൻ ചാർട്ട് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾ അസൈൻമെന്റിൽ ഒരുപാട് പോയിന്റ്സ് എഴുതുന്നുണ്ട് അല്ലേ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, കൺസ്ട്രക്ഷൻ, അതൊക്കെ മാർക്കിനനുസരിച്ച് എഴുതുക. മനസ്സിലായോ? അപ്പം അതൊക്കെ ചെയ്യാം. നൗ ഇത് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 5 വി കംപ്ലീറ്റഡ് ആസ് എ ഫസ്റ്റ് പ്രോബ്ലം ഓഫ് ടുഡേസ് ക്ലാസ്. ക്വസ്റ്റ്യൻ നമ്പർ 6 പഠിക്കുക. ഫിക്സഡ്, അതൊക്കെ സിമ്പിളാണ്, എക്സാമ്പിളൊക്കെ എഴുതാനായിട്ട് അറിയണം. വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് വിത്ത് ഡയഗ്രാം. അപ്പോൾ 2 ഡയഗ്രാംസ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യാം അല്ലേ. ആദ്യത്തെ ഷട്ട് ഡൗണിൻ്റെ കേസ് പറയുമ്പോഴേ അവിടെ ബ്രേക്ക് ഈവൻ പ്രൈസ് നമ്മൾ പറയുന്നുണ്ട്. ആ ബ്രേക്ക് ഈവൻ പ്രൈസ് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ എഴുതുക കേട്ടോ. ഇനി ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ, അത് നമ്മുടെ സാധാ ക്വസ്റ്റ്യൻ അല്ലേ, F/S-V. ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി, പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് മാറുമ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി ആവറേജ് കോസ്റ്റ്, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ആവറേജ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് കേട്ടോ പറയണത്. ക്വസ്റ്റ്യൻ നമ്പർ 9, സപ്പോസ് ദി ആവറേജ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ₹20, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇത്രയാണെങ്കിൽ, if the price of the product is ₹18, will the firm continue its production? അത് ഞാൻ മനുസാറിൻ്റെ വോയിസ് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്വാണ്ടിറ്റിയും പ്രൈസും ഒക്കെ തന്നെയല്ലേ പറയാം. ഇവിടെ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് MRTR എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ എന്ത് വേണമെങ്കിൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കോസ്റ്റ് വന്നാൽ മതി, കോസ്റ്റ് റവന്യൂ വന്നാൽ മതി. ഇനി നമ്മൾ എന്താ പറയാറ്, നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് മോളിക്ക് പോകും അല്ലേ. അല്ല, ആവറേജ് ഏറ്റവും ഇതാണെങ്കിൽ ഇതെന്തായിരിക്കും, ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ, ആവറേജ് കോസ്റ്റ് ആണെങ്കിലും ഇഫ് യു ആർ റെപ്രസെൻറ്റിങ് ആസ് ആവറേജ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് അതിൻ്റെ ചോടയായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ കോസ്റ്റിനേക്കാളും ചോടയായിരിക്കും നമ്മുടെ ഇത് വരിക. ഇനി നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈൻ വരാറില്ലേ, അങ്ങനെ. ഇനി ഇത് എന്താണ് നമ്മൾ പറയാറ് ഇവിടെ, അത് ആ ലൈൻ ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല കേട്ടോ. ഇനി പ്രൈസ്, ഇതിന് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത്, ഷട്ട് ഡൗൺ പോയിന്റ്. ഇത് ഷട്ട് ഡൗൺ പോയിന്റിന്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഷട്ട് ഡൗൺ എന്നുള്ള വാക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ ഷട്ട് ഡൗൺ എന്ന്. നമുക്കറിയാം, ഇഫ് യുവർ ഓഫറിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഓർ കോസ്റ്റ്, നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമാവുമ്പോൾ ആ പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുക. മനസ്സിലായോ? ആ ടോട്ടൽ കോസ്റ്റിന് തുല്യമാകുമ്പോഴാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി ഇവർ പറയുന്നത് എന്താണ്, ഇഫ് ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഇത് 15 രൂപയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് 15 രൂപയാണ് എന്ന് പറയുന്നുണ്ട്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, നിങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് 18, നിങ്ങളുടെ പ്രൈസ് 18 ആണെങ്കിൽ, നിങ്ങൾ 18 രൂപയ്ക്കാണ് അത് വിൽക്കാൻ പോകുന്നതെങ്കിൽ, യുവർ ഓഫറിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. സോ അവിടെ എന്താ ഒരു ലാഭമല്ലേ വരുന്നത്, മനസ്സിലായോ? അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റിനേക്കാളും കൂടുതലായിട്ടുള്ള 15 രൂപയാണ് അത് ഉണ്ടാക്കാനുള്ളൂ. പക്ഷേ നിങ്ങൾ ഓഫർ ചെയ്യുന്ന 3 രൂപ അവിടെ ലാഭം വരുന്നില്ലേ. അപ്പോൾ എന്താണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്, ഫോം വിൽ കണ്ടിന്യൂ പ്രൊഡക്ഷൻ അല്ലേ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ അത് 15 ആണ്. ഇനി ഇവിടെ വല്ല 10 രൂപയാന്ന് വല്ലതും പറയുകയാണെങ്കിലോ, ഓഫ് യുവർ പ്രൈസസ്, അപ്പോൾ എന്താണ് ഇറ്റ് ഈസ് ഫോം വിൽ, അപ്പോൾ നഷ്ടത്തിലാണ്. 10 രൂപയ്ക്കാണ് അത് വിൽക്കുന്നതെങ്കിൽ 15 രൂപയാണ്. അത് സിമ്പിളായിട്ടുള്ള കണക്കല്ലേ കേട്ടോ. അപ്പോൾ അത് എഴുതി വയ്ക്കുക. 10 രൂപയ്ക്കാണ് ഇവിടെ പറയണമെങ്കിൽ 15 ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിൽ, ദ കമ്പനി വിൽ തിങ്ക് ഓഫ് ഷട്ട് ഡൗൺ ഇൻ ദി ഷോർട്ട് റൺ. ആ രീതിയിൽ. ഇനി ഇവർ പറയുന്നത് ഇവിടെ 15 ആണ്, 15 തന്നെയാണ് ഓഫറിംഗ് പ്രൈസ് എന്ന് വിചാരിക്കുക. 15 ആണ് പ്രൈസ് 15 ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റും 15 ആണെങ്കിലും അത് നിർത്തില്ല കേട്ടോ. ഷട്ട് ഡൗൺ ചെയ്യില്ല. ഓക്കെ, അത് ആ സാറിൻ്റെ വോയിസും കൂടി ഒന്ന് കേട്ടോളൂ. ഞാൻ ഒന്നും കൂടി അത് ഫോർവേഡ് ചെയ്യാം. ഇനി ഇത് ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ, ഇറ്റ് വിൽ കണ്ടിന്യൂ ദ പ്രോസസ്. ബട്ട് വെൻ ദി പ്രൈസ് ഗോ ബിലോ ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദ കമ്പനി വിൽ ഷട്ട് ഡൗൺ. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ P/V റേഷ്യോയുടെ കണക്കാണ്. ഇവിടെ വാട്ട് ഈസ്, എനിക്ക് തോന്നുന്നത് P/V റേഷ്യോയുടെ കണക്ക് നമുക്ക് ഈ രണ്ടും ഇതൊക്കെ ഒരു വെനസ്ഡേ 3rd hour വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇത് രണ്ടും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. 2 എണ്ണം ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കും. ബ്രേക്ക് ഈവൻ സെയിൽസ്, ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11,
ഫേം എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അത് മാത്രം നോക്കിയാൽ മതി എന്നാണ് സാറ് പറഞ്ഞത് കേട്ടോ. പ്രൈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഈ കണക്ക് പോലെ ആയില്ലേ 18 ആയില്ലേ, അപ്പോൾ കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ അല്ലേ, അത്ര എഴുതിയാൽ മതി. മനസ്സിലായി? ഈ ഒരു ഭാഗം നോക്കണ്ട എന്നാണ് പറഞ്ഞത്. പ്രൈസ് ഗ്രേറ്റർ ദാൻ ABC ആകുമ്പോൾ ഫേം വിൽ കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ കേട്ടോ. ഇനി ഇതൊക്കെ തിയറിയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓഫ് മോണോപോളി നമ്മളുള്ളത് പഠിക്കുക. ദെൻ ഇവിടെ ഇതെന്തായിരുന്നു ക്വസ്റ്റ്യൻ, ബ്രേക്ക് ഇവൻ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്ത കണക്കാണ്, ഫിക്സഡ് കോസ്റ്റ് ആക്ച്വൽ പ്രൊഡക്ഷൻ. ഓക്കെ, നൗ ഇത് P/V റേഷ്യോ ഒന്നും അല്ല കേട്ടോ, സാധാ നമ്മുടെ കണക്കാണ്. മിക്സ് ആവരുത്, പഠിക്കുക, നന്നായി പഠിക്കുക. അത് വേറെയാണ്, P/V റേഷ്യോയുടെ സെറ്റ് വേറെയാണ്, നമ്മൾ ആ ക്ലാസ്സിൽ ചെയ്ത BVPയുടെ ഇത് വേറെയാണ് കേട്ടോ. ഇനി ഇതിലെന്താണ് ഇത് കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് തോന്നുന്നു, ഏകദേശം അതുപോലത്തെ. ഇതിൽ മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ്, ബ്രേക്ക് ഇവൻ, സെയിൽസും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി a firm under monopolist competition will get only normal profit in the long run. അത് അതിൻ്റെ തിയറി. അത് ഉത്തരം നോക്കൂ, ഇല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ChatGPT കൊടുത്താലും തെറ്റില്ല. നമ്മുടെ നോട്ട്സിലുണ്ടോ നോക്കുക, അതൊന്ന് റെഡി ആയിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ അതിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഞാനത് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അത് വെനസ്ഡേ ക്ലാസ്സിലൊന്ന് പറയാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം അല്ലേ, വീറ്റ് റൈസ് അങ്ങനത്തെ ഇതൊക്കെയല്ലേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ്, അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് സപ്ലൈ ഡയഗ്രാം അതൊക്കെ വരച്ചിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ പറയാൻ. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഇത് നമ്മൾ ചെയ്തതല്ലേ, പഠിക്കണം. നൗ ഇതിൻ്റെ ഡിറൈവ് ദി ഡെറിവേഷൻ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 19 നമുക്ക് പിന്നെ വെനസ്ഡേ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, ഡിമാൻഡ് കർവ്, അത് പെർഫെക്റ്റ്ലി തന്നെ അല്ലേ, അവിടെ ഇരുന്നു നമ്മൾ ആ സാധനം പറഞ്ഞപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ക്രോസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിൽ ഇക്വിലിബ്രിയം ഇതിൽ നമ്മൾ ഇങ്ങനെയല്ലേ പറഞ്ഞേ, അതുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഡിമാൻഡ് കർവ് ഫേസിങ് എ ഫേം അണ്ടർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, അതെന്താണ് അതിൻ്റെ ഉത്തരം അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടണത്, ആ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള പോലത്തെ ഒരു രീതിയിൽ അത് പറയാം. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിസ്റ്റിക്കും കൊലൂസീവ് ഒലിഗോപോളി. ഇത്രയൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങിക്കോളൂ. ഇനി പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻസും എല്ലാം കൂടി പറയാനായിട്ട് നമുക്ക് ആ വെനസ്ഡേ തേർഡ് അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.